എൽ ഷദായ്, ദൈവം സർവശക്തൻ. എൽ ഷദായ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശയ്യ 52:10. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ കേട്ട തിരുവചനം യേശയ്യാ പ്രവചനത്തിൽ 52-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുലിഖിതമാണ്. ഈ ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കാണും. കാരണം ദൈവം തൻ്റെ പരിശുദ്ധകരം എല്ലാവരുടെയും മേൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇവിടെ ഈ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ചപ്പോൾ ഒരു കുടുംബം ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ പേര് ലിസി, എൻ്റെ ഭർത്താവിൻ്റെ പേര് ഇട്ടീര. ഞങ്ങൾക്ക് 2 മക്കൾ, ആൻ മേരി, അന്ന റോസ്. ഞങ്ങൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ജൂലൈ മാസം 11-ാം തീയതി സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ ഒത്തിരി നിരാശയോടും വിഷമത്തോടും കൂടിയാണ് ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നത്. കാരണം എൻ്റെ ഭർത്താവിന് 4 വർഷത്തോളമായി ശരിയായിട്ട് ജോലിയില്ലായിരുന്നു. പല കമ്പനികളിലും മാറി മാറി ജോലി നോക്കിയിട്ടും ഒന്നിലും ഒരു സ്ഥിരതയില്ലായിരുന്നു. ഒന്നുകിൽ ശമ്പളം കിട്ടില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനിടയിൽ ആക്സിഡൻറ്റിൽപ്പെട്ട് ഇടത് കൈയുടെ ഷോൾഡർ എല്ല് തകർന്നു പോയി. അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. അതോടൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടും. അങ്ങനെ നിരാശയിലിരിക്കുന്ന സമയത്താണ് സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് വരാൻ തീരുമാനിച്ചത്. ധ്യാനത്തിന് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തരക്കേടില്ലാത്ത ഒരു ജോലി ശരിയായി. അതുകൂടാതെ ഞങ്ങൾ സ്ഥലം വിറ്റിട്ട് 1.25 വർഷമായിട്ടും അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കാതെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഞങ്ങൾ ധ്യാനത്തിന് വന്നപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഈ കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, സ്ഥലം വാങ്ങിയ വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു, മനസ്സൊരുക്കി ദൈവത്തെ വിളിച്ചു. അതിൻ്റെ ഫലമായി ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ തിരിച്ചെത്തിയ അന്ന് തന്നെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നു. വേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചു. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് സെഹിയോനിലേക്ക് എഴുതി അറിയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബം ധ്യാനത്തിന് പോകാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ രക്ഷയുടെ കാര്യം അവരുടെ കുടുംബത്തെ ദൃശ്യമായി. ആ കുടുംബം ആ സന്തോഷത്തോടെ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ആ രക്ഷയുടെ അനുഭവം വീണ്ടും വർദ്ധിച്ചതായിട്ടാണ് വചനം വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തൻ്റെ പരിശുദ്ധകരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദൈവവൈതൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിയുമ്പോൾ തന്നെ ആ കരത്തിൻ്റെ പ്രകാശം ആ വ്യക്തിയുടെ മേൽ പതിയും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് പതിയും. നമ്മൾ ദൈവത്തിൻ്റെ രക്ഷ കാണും എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ദൈവമേ, ഈ മണിക്കൂറുകൾ അങ്ങയുടെ കരം കാണാൻ ഒരു കൃപ നൽകണമേ, അങ്ങയുടെ വചനം കേൾക്കൊണ്ട് നിറവ് നൽകണമെന്ന് ആഗ്രഹിച്ച് കരങ്ങൾ ഉയർന്ന് നമുക്ക് കർത്താവിൽ നിന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും സൂര്യനെ കാണാൻ പറ്റുന്നത് പോലെ
ഓ ദൈവമേ, ഇപ്പോൾ ലോകത്തിന്റെ ഓരോ രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അവിടുത്തെ കരത്തിന്റെ പ്രകാശം കാണാൻ, അവിടുത്തെ കരത്തിന്റെ പ്രകാശം ഞങ്ങളിലേക്ക് പതിയാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും യേശുവിന്റെ വചനത്താൽ വിടുവിക്കുന്നു, യേശുവിന്റെ നാമത്താൽ ബന്ധിക്കുന്നു, യേശുവിന്റെ രക്തത്താൽ വിടുവിക്കുന്നു. അന്ധകാര കോട്ടകൾ ഛിന്നഭിന്നമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരദർശകങ്ങൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ തുറവെ ഇപ്പോൾ ഓരോരുത്തരെയും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ, ഒരു പുതിയ വചനം, ഒരു പുതിയ വിടുതൽ ഇപ്പോൾ സമൂഹത്തിന് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് അർത്ഥം മനസ്സിലാക്കി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഒരുമിച്ച് ചൊല്ലാം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഫലം അന്വേഷിച്ച് വരുന്നവരെ മടക്കി അയക്കരുത്. ഹല്ലേലൂയ. ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനതയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുലിഖിതം, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ ദൈവത്തിന് സ്വന്തമായി തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവത്തോട് ചേർത്ത് നിർത്തുമ്പോൾ, ദൈവത്തിന്റെ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മൾ പോയി ഈ ലോകത്തിൽ ഒരുപാട് നന്മ, ഒരുപാട് ഫലം, ദൈവം നമ്മളെ സ്വന്തമായി ചേർത്ത് പിടിക്കുമ്പോൾ, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവത്തിന്റെ കൂടെ നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ, ദൈവത്തിന്റെ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ബൈബിളിൽ പല ഭാഗത്തും ദൈവം ഈ ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ തിരുലിഖിതം, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. അപ്പോൾ ദൈവജനം ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കേണ്ടത്? 10-ാമത്തെ തിരുലിഖിതം, ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ, ഉള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കട്ടെ, അങ്ങനെ നീ അനേകർക്ക് ഫലം പുറപ്പെടുവിക്ക്, അങ്ങനെ എൻ്റെ ഫലം അവർ നിലനിൽക്കട്ടെ, അങ്ങനെ നിങ്ങൾ എൻ്റേതാണെന്ന് ലോകം മുഴുവൻ അറിയട്ടെ, നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇതെല്ലാം ദൈവത്തിൻ്റെ ആഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 26, 27 തിരുവചനങ്ങൾ, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. വീണ്ടും 28-ാമത്തെ തിരുലിഖിതം, അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശം ഉണ്ടായിരിക്കെ പോയി വീണ്ടും വരിക, നാളെ തരാം എന്ന് പറയരുത്. എന്ന് പറഞ്ഞാൽ, ഫലം അന്വേഷിച്ച് നന്മ പ്രതീക്ഷിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികളെ നീ അവരെ മടക്കി അയക്കരുത്. അങ്ങനെ മടക്കി അയച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു വൃക്ഷമാണ് ഇങ്ങനെ ഫലം അന്വേഷിച്ച് വരുന്ന ഒരു വ്യക്തിയെ മടക്കി അയക്കുന്നെങ്കിൽ ആ വൃക്ഷത്തിന് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് മനുഷ്യനോട് കർത്താവ് ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് മുമ്പേ നമ്മൾ വായിച്ച ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ തിരുലിഖിതത്തിലാണ്. 8-ാമത്തെ അധ്യായത്തിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു,
നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. എന്ന് പറഞ്ഞാൽ ഫലമില്ലാതെ, ഫലം പുറപ്പെടുവിക്കാതെ ഒരു മരം നിന്നാൽ, ഒരു വൃക്ഷം നിന്നാൽ കുറേ നാളുകൾ കഴിയുമ്പോൾ അത് വെട്ടി തീയിലെറിയപ്പെടുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലം അന്വേഷിച്ച് വരുന്ന വ്യക്തികളെ നമ്മൾ മടക്കി അയച്ചാൽ നമുക്കുള്ള തീക്കുണ്ടമാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വെട്ടി എറിയപ്പെടാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബൈബിളിൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവം ചില ശക്തമായ വെളിപ്പെടുത്തലുകൾ, മറ്റു ചില ഉദാഹരണങ്ങൾ വെളിപ്പെടുന്നുണ്ട്. അത് ഒരെണ്ണം നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 12 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസ് 11:12 മുതലുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം അവർ ബെഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. യേശു വിശപ്പോടെ ഫലം അന്വേഷിച്ച് ഒരു അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെല്ലുമ്പോ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. യേശു ഈ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് ഫലം അന്വേഷിച്ച് ചെന്നതുപോലെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും ഒരുപാട് വ്യക്തികൾ ഫലം അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിന് ചുറ്റും വരുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് പല രൂപത്തിലും പല ഭാവത്തിലുമാണ്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് വിശുദ്ധ വിൻസെന്റ് പോലെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. ഒരു ദിവസം വിശുദ്ധനായ വിൻസെന്റ് പോൾ വൈദ്യനായിരുന്ന അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയാവോ? ആ ആശ്രമത്തിൽ ഒരു കള്ളൻ കയറി കൂടി. അങ്ങനെ കള്ളൻ കയറിയെന്ന ആശ്രമത്തിലെ ശിഷ്യന്മാർ, അന്തേവാസികൾ അറിഞ്ഞിട്ട് ആ ശിഷ്യന്മാർ ആ കള്ളനെ ഒരു തൂണിൽ പിടിച്ചു കെട്ടിയിട്ട് നന്നായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ വിശുദ്ധനായ വിൻസെന്റ് പോൾ ആശ്രമത്തിൽ കയറി വരണത്. ആ വിശുദ്ധൻ വന്നത് കണ്ട് എന്നിട്ട് പറഞ്ഞ് നിർത്താൻ പറഞ്ഞു, ഈ തല്ലിക്കൊണ്ടിരിക്കുന്നത് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ആ വിശുദ്ധനായ വിൻസെന്റ് പോൾ പറഞ്ഞത് എങ്ങനെയാണ്? ഈ പരിശുദ്ധ സ്ഥലത്ത് വന്ന് ഇവൻ മോഷണം നടത്തിയിട്ട് ഇവന് ദൈവസ്നേഹത്തിന്റെ അനുഭവം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ വേറെ എവിടെ പോയി മോഷണം നടത്തിയാൽ അവന് ദൈവസ്നേഹത്തിന്റെ അനുഭവം കിട്ടും. ഇവന് ദൈവസ്നേഹത്തിന് അനുഭവം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ വേറെ എവിടെ പോയി മോഷണം നടത്തിയാൽ ഇവന് ദൈവസ്നേഹത്തിന്റെ അനുഭവം കിട്ടും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ക്ഷമിക്കുന്ന സ്നേഹത്തിന് അനുഭവം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, നമ്മളെ തള്ളി പറയുന്ന ഒരു വ്യക്തിക്ക് കൈ കോർത്ത് പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, വേറെ ആരെ പോയി തള്ളി പറഞ്ഞാൽ, വേറെ ആരെ പോയി വേദനിപ്പിച്ചാൽ ഈ വ്യക്തിക്ക് ഫലം കിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് ഓരോ ദിവസവും ദൈവം ചില വ്യക്തികളെ പറഞ്ഞു വിടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ മുറിപ്പെടുത്താനായിരിക്കാം, ഒരുപക്ഷെ വേദനിപ്പിക്കാനായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ നല്ല വാക്ക് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം, ഒരുപക്ഷെ നന്മ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, ആനന്ദം, ദയ, നന്മ, ആത്മസംയമനം തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ എല്ലാ ഫലങ്ങളും സ്വീകരിക്കാൻ വേണ്ടി ധാരാളം ആളുകാർ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും, ഓഫീസിൽ ചെല്ലുമ്പോഴും, പള്ളിവടയിലായിരിക്കുമ്പോഴും, കോൺവെന്റിലായിരിക്കുമ്പോഴും, ചന്തയിലായിരിക്കുമ്പോഴും എല്ലാം ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഓടിക്കൊണ്ടുന്നുണ്ട്. നമ്മൾ ഫലം കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? യേശുക്രിസ്തു ഇതാ ആ അത്തിമരത്തിന് ചോടി നോക്കിയപ്പോ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നെ പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ അത് കേട്ടു. അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തോടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലം പുറപ്പെടുവിക്കാത്ത എല്ലാ മരത്തിനും ഒരേ വിധിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വെട്ടി തീയിലെറിയപ്പെടുക, അത് ഉണങ്ങിപ്പോവുക, അത് നശിപ്പിക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് മനുഷ്യനാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന സമയത്തല്ല ഫലം പുറപ്പെടുവിക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള സമയത്തല്ല ഫലം പുറപ്പെടുവിക്കുക. ഒരാള് ഒരു ഫലം അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോൾ അപ്പൊ സമയമില്ല, കുറച്ച് കഴിയട്ടെ, വെയിറ്റ് എന്ന് പറയാനുള്ള വിളിയല്ല നമ്മുടെ വിളി. ആ വ്യക്തിക്ക് അപ്പോൾ തന്നെ ഫലം കൊടുത്ത് വരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പറഞ്ഞ പറയാം ഹാലേലൂയ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും 365 ദിവസവും ഫലം പുറപ്പെടുവിക്കാൻ വിളിയാണ് യേശുവിനെ സ്വന്തമാക്കിയവന്റെ വിളി. അന്നേരം ചിലപ്പോ ഒരു സെന്റൻസ് പലരുടെയും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു.
ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് ഓർക്കാണ്, ചില മാസികകളും ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ചില ദൈവനിഷേധികള് ഈ വചനഭാഗത്ത് എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലാഞ്ഞിട്ടും കർത്താവ് ആ വൃക്ഷത്തെ ശപിച്ചത് ശരിയായില്ല. ദൈവം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ലോജിക്ക് കാര്യങ്ങളില്ലാതെ ദൈവം ചെയ്യല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 24 മണിക്കൂർ 365 ദിവസവും ഒരു ദൈവവൈദ്യന് ഫലം പുറപ്പെടുവിക്കാൻ ചില മാർഗങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വൃക്ഷത്തിന് എല്ലാ കാലവും ഫലം പുറപ്പെടുന്ന ചില മാർഗങ്ങൾ ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. അതെന്താണെന്നറിയോ? നീ നിൽക്കേണ്ടടുത്ത് നിൽക്കണം. നിൽക്കേണ്ടടുത്ത് നിന്നാൽ നീ എന്നോളം ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അതെന്താണ് പ്രിയപ്പെട്ട സഹോദരൻ അങ്ങനെ പറയാൻ കാരണം? അത് വെളിപാടിന്റെ പുസ്തകം നമ്മൾ പഠിക്കണം. വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിന്റെ 1-2 തിരുവചനങ്ങൾ, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. അവർക്ക് പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയത്തിൽ നിന്നൊഴുകുന്ന ഒരു നദി യോഹന്നാസ്ലീഹ കാണുകയാണ്. ആ നദി നഗരമധ്യത്തിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ നഗരമധ്യത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നദിയുടെ ഇരുകരങ്ങളിലും ധാരാളം ഫലവൃക്ഷങ്ങൾ നിൽക്കുകയാണ്. ആ ഫലവൃക്ഷങ്ങൾ പ്രത്യേകം എന്നറിയോ? എല്ലാ മാസവും തുടരെ തുടരെ ഒന്നിനു പിറകെ മറ്റൊന്നതുപോലെ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നതുപോലെ ഫലം തുടരെ 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 പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പറയണത്, നീ നിൽക്കേണ്ടടുത്ത് നിന്നാൽ നീ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കാൻ പറയാൻ കാരണം. അവർക്ക് പറയാം ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു ഇത് എവിടെ, ദേവാലയത്തിൽ എവിടെ നിന്നാണ് ഈ നദി ഒഴുകുന്നത്? അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ജോയൽ 3:18 ദേവാലയത്തിൽ നിന്നാണ് കൃത്യം ഈ നദി വരുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും ദേവാലയത്തിൽ എവിടെ നിന്നാണ് ഈ നദി കൃത്യം പുറപ്പെടുന്നത് പരിശോധിച്ചപ്പോൾ എനിക്ക് യെസക്കിയേൽ പ്രവചനത്തിൽ 47-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുലിഖിതം മനസ്സിൽ വന്നു. അതാ ദേവാലയത്തിന്റെ വലതുഭാഗത്ത് ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ അടിയിൽ നിന്ന് ഇതാ ഒരു ജീവജലത്തിന്റെ നദി, ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ അരുവിയുടെ പ്രത്യേകം എന്നറിയാവോ? അതാണ് 12-ാമത്തെ തിരുലിഖിതം. നദിയുടെ ഇരുകരങ്ങളിലും എല്ലാ തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസം തോറും അത് പുത്തൻ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൽക്കേണ്ടടുത്ത് നിന്നാൽ വൃക്ഷം എപ്പോഴും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. നീ നിൽക്കേണ്ടടുത്ത് നിന്നാൽ ജീവിതത്തിൽ 24 മണിക്കൂറും 365 ദിവസവും നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. എന്ത് ചെയ്യണം? നീ ദേവാലയത്തിൽ വേരൂന്നണം. നീ ദേവാലയത്തിന്റെ ബലിപീഠത്തിന് മുമ്പിൽ പോയി ഇരിക്കണം. ആ ദേവാലയത്തിന്റെ ബലിപീഠത്തിന് മുമ്പിൽ പോയി ഇരിക്കുമ്പോ, ദിവ്യകാന്ഡത്തിന് മുമ്പിൽ പോയി ഇരിക്കുമ്പോ അവിടുന്ന് ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഒഴുകും. അപ്പോൾ നിനക്ക് എല്ലാ കാലത്തും ഫലം പുറപ്പെടുവിക്കാൻ പറ്റും. അവർക്ക് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് അത്തിവൃക്ഷത്തെ ദൈവം ശപിച്ചത്, അത്തിവൃക്ഷത്തെ ദൈവം നശിപ്പിച്ചത് തെറ്റായെന്ന് ചിന്തിക്കരുത്. യെസക്കേൽ 47:7-8 തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ കാണുന്ന ഇങ്ങനെയാണ്, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബായിൽ ചെന്ന് ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കി മാറ്റുന്നു. ഈ നദിയുടെ പ്രത്യേകത, ഇത് കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് ചേരുമ്പോൾ കടലിനെ ശുദ്ധജലമാക്കി മാറ്റുന്നു. അത് ഒരു നോർമൽ രീതിയിൽ ഇമ്പോസിബിൾ ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒരു നദി കടലിൽ ചെന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ആ കടലിനോട് ചേർന്നത് അത് ചീത്ത ജലമായിട്ട് മാറും. എന്നാൽ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദിയുടെ പ്രത്യേകത, അശുദ്ധ സ്ഥലത്ത് ചെന്നാൽ അതിനെ ശുദ്ധജലമാക്കി മാറ്റും. നീ മണിക്കൂറുകൾ ദൈവത്തിന്റെ ആലയത്തിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യനാണെങ്കിൽ എത്ര അശുദ്ധിയുള്ള സ്ഥലത്ത് നീ ചെന്നാലും നീ ആ ജനതയെ മുഴുവൻ വിശുദ്ധരാക്കി മാറ്റും. നീ ഫലം പുറപ്പെടുവിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് വചനത്തിനോട് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറെ സമയം ദേവാലയത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസം, പ്രാർത്ഥിക്കാതെ ഇറങ്ങുന്ന ദിവസം തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കാതെ ഇറങ്ങുന്ന ദിവസം കുറച്ച് കിരികിരിപ്പ് കൂടും, കുറച്ച് ദേഷ്യം കൂടും, കുറച്ച് എടുത്തുചാട്ടം കൂടും, കുറച്ച് പൊട്ടിത്തെറി കൂടും. എന്നാൽ മണിക്കൂർ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി നോക്കിയേ, ഈ ദേഷ്യം എടുത്താൽ ഞാൻ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാവില്ല.
ഞാൻ ഓർക്കണ്ട്, എൻ്റെ വീട്ടിലടക്കം പറഞ്ഞ ചില സന്യസികൾ ഓർക്കുന്നുണ്ട്. എന്താണെന്നറിയോ? പള്ളിയിൽ നിന്ന് വന്നതായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ധ്യാനം കഴിഞ്ഞുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ ധ്യാനത്തിന് പോയാൽ, ദേവാലയത്തിൽ പോയിരുന്നാൽ ഒരു സംഗതി നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അതാണ് കൃപ, അതാണ് പരിശുദ്ധാത്മാവ്, അതാണ് ജീവജലത്തിന്റെ അരുവി, അതാണ് ഫലം പുറപ്പെടുവിക്കാൻ ബൈബിൾ നൽകിയിരിക്കുന്ന മാർഗം. സന്തോഷത്തിന് പറയാം ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. 24 മണിക്കൂറും 365 ദിവസവും ഫലം പുറപ്പെടുവിക്കാൻ തക്കവിധം ദേവാലയത്തിൽ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൃപ നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ജീവജലത്തിന്റെ അരുവി, അൽത്താരിക ദീപികാരിന്ന് പുറപ്പെടുന്ന ശക്തി, പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ. കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. കർത്താവ് മണിക്കൂറുകൾ ആരാധനയ്ക്ക് മുമ്പിരിക്കാൻ കൃപ നൽകണമേ കർത്താവ്. ദേവാലയത്തിൽ വേരൊന്നാൻ കൃപ നൽകണമേ കർത്താവേ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. El Shaddai. സ്വർഗസ്ഥിതനാം ദൈവത്തെ ആരാധിച്ചിടാം, ഭൂസ്വർഗങ്ങൾക്കുടയവനെ വാഴ്ത്തി വണങ്ങിടാം. സ്വർഗസ്ഥിതനാം ദൈവത്തെ ആരാധിച്ചിടാം, ഭൂസ്വർഗങ്ങൾക്കുടയവനെ വാഴ്ത്തി വണങ്ങിടാം. അഖിലേശ്വരനാം കർത്താവേ, ഏകദൈവമേ, ആ തിരുനാമം വാഴ്ത്തിപ്പാടാം. അഖിലേശ്വരനാം കർത്താവേ, ഏകദൈവമേ, ആ തിരുനാമം വാഴ്ത്തിപ്പാടാം. ആരാധന. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, ആകയാൽ സ്വർഗത്തിൽ അങ്ങയുടെ സന്നിധിയിൽ എന്നെയും മഹത്വപ്പെടുത്തണമേ. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ മഹത്വോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, പരിപൂർണ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. വിശുദ്ധിയുള്ള സ്ഥലത്താണ് അങ്ങയുടെ മഹത്വം വർദ്ധിക്കുന്നത്. ഓ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, കൃപയിൽ നിറഞ്ഞ്, വിശുദ്ധിയിൽ നിറഞ്ഞ്, അഭിഷേകത്തിൽ നിറഞ്ഞ്, പ്രാർത്ഥനയിൽ വർദ്ധിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. കർത്താവേ, ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലേക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ, ഓരോ മനസ്സുകളും പ്രാർത്ഥിക്കട്ടെ. കുടുംബം ഒരുമിച്ചിരിക്കുന്നതിന് കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. യാത്രയിലായിരിക്കുന്നപ്പോൾ ഈ ആരാധന സമയത്ത് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ മാലാഖമാർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ പ്രകടമാകും. കരങ്ങൾ ഉയർത്തി അതിരവും ഹൃദയം തുറന്ന് ഒരുപോലെ കർത്താവിനെ ഉറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ മഹത്വം ഇപ്പോൾ ജനതകളുടെ മേൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭൂഖണ്ഡങ്ങളെ ആശീർവദിക്കുന്നു, ഓരോ രാജ്യങ്ങളെ ആശീർവദിക്കുന്നു, ഓരോ ദേശങ്ങളെ ആശീർവദിക്കുന്നു, ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ മഹത്വം പുറപ്പെട്ട് ഇപ്പോൾ കർത്താവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുത്തെ മഹത്വത്തിന്റെ ശക്തിയാൽ പൈശാചിക പീഡകൾ വിട്ടൊഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ മഹാപ്രഭാവത്താൽ കർത്താവ് തകർന്നു കിടക്കുന്ന കടബാധയുള്ള പരാജയപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശു ആരാധന. ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്ത കുടുംബങ്ങളിൽ ദൈവമേ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മൂലം, ഭവനമില്ലാത്ത മൂലം, ജോലി ഇല്ലാത്ത മൂലം തടസ്സപ്പെടുന്ന കുടുംബങ്ങൾ ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശു തിരുനാമം വാഴ്ത്തിപ്പാടാം. ആരാധന. അഖിലേശ്വരനാം കർത്താവേ, ഏകദൈവമേ, ആ തിരുനാമം വാഴ്ത്തി
വാഴ്ത്തിപ്പാടാം ആരാധന. El Shaddai. എൻ്റെ പേര് സജിനി, വീട് കടുത്തുരുത്തി. ഞാൻ UK വർക്ക് ചെയ്യുന്നു. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം റിസൾട്ട് വന്നു. ബ്ലഡ് റിസൾട്ട് കുഞ്ഞിന് അബ്നോർമാലിറ്റീസ് ഉണ്ട്, കുഞ്ഞിന് അബോർട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലാതെ കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന്. കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞിനെ കിട്ടി. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ ടെസ്റ്റ് നടത്തിയപ്പോൾ കുഞ്ഞ് അബ്നോർമൽ ആകും എന്ന് പറഞ്ഞ് അതിന് അബോർഷൻ ഞാൻ ഡോക്ടേഴ്സ് പറഞ്ഞു. ഇവർ പറഞ്ഞ് കുഞ്ഞുങ്ങളെ നശിപ്പില്ല, കർത്താവ് ഈ കുഞ്ഞിനെ നല്ല സന്തോഷം ഞങ്ങൾക്ക് ജന്മം നൽകി ഈ അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്താൻ അവസരം നൽകണമെന്ന് UK ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇതായി അട്ടപ്പാടി എത്തിയ സാക്ഷി കുഞ്ഞിനായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കാര്യങ്ങൾ ഉയർത്തി അടിച്ച് പാട്ട് പാടി ആരാധിക്കണേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. El Shaddai.